കോഴിക്കോട് +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. പരിക്കേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. 5 വിദ്യാർത്ഥികളെ മാറ്റി നിർത്തിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. രാഹുൽ കെ വിയുടെ വിശദവിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് സംഭവിച്ചത്? എന്തിന്റെ പേരിലാണ് ഈ ക്രൂര മർദ്ദനം അനുഭവിക്കേണ്ടി വന്നത്? സ്കൂളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെ? മോത്തി, അതായത് റാഗിങ്ങിന് അറുതിയാകുന്നില്ല. അത്തോളി സ്കൂളിലാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. +1 വിദ്യാർത്ഥിക്ക് +2 വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. അതായത് അടിയേറ്റ് നിലത്ത് വീണ സമയത്ത് ചവിട്ടുകയും ചെയ്തു സീനിയർ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ പ്രവൃത്തി ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കുട്ടി തുടർന്ന് ആദ്യം അവിടെ തന്നെയുള്ളൊരു ക്ലിനിക്കിൽ ചികിത്സ തേടുകയായിരുന്നു. സാരമായ പരിക്കായതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിനുശേഷം ഏതായാലും ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പുറത്ത് അങ്ങനെ പരിക്കുകൾ കാണാനില്ലെങ്കിലും അകത്ത് സാരമായി തന്നെ പരിക്കുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. രക്ഷിതാക്കൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കുട്ടിയുടെ രക്ഷിതാക്കൾ അത്തോളി പോലീസിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഒപ്പം പ്രിൻസിപ്പലിന് വന്ന് തന്നെ പരാതി നൽകി. സ്കൂളിലെ ആന്റി റാഗിംഗ് സെല്ല് അന്വേഷണം നടത്തി റാഗിംഗ് നടന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് സ്കൂൾ വിട്ട സമയത്ത് ഈ കുട്ടി പ്രതികരണം കൂടി കേട്ട ശേഷം ഞാൻ രാഹുലിലേക്ക് മടങ്ങി വരാം. ഞാൻ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് 2-ാം ദിവസം എന്നെ വിളിപ്പിച്ച് പാട്ട് പാടാൻ പറഞ്ഞു. എന്നാൽ എനിക്ക് പാട്ട് അറിയില്ല, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കുറേ നിർബന്ധിച്ച് പാടാണ്ട് പോകില്ല, അങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തിയാണ്. നമ്മൾ അറിയില്ല, പോകണം, വീട്ടിലായില്ല, പോകണമെന്നാണ് പോകുന്നത്. അന്നേരം പോയില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ ഈ വ്യാഴാഴ്ച സമരമായപ്പോൾ അന്ന് കുറേ കുട്ടികൾ ലീവായി. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ പാടെ ഒരു കുറേ കുട്ടികൾ കൂടി ഒന്നായിട്ട് വന്ന് വീട്ടിക്കൊണ്ടുപോയി ഈ പാട്ട് പാടിക്കാൻ പോകുള്ളൂ, ഇതാക്കിയിട്ട് പോകുള്ളൂ ഒക്കെ പറഞ്ഞാണ്. അല്ലെങ്കിൽ അതിന് കൂട്ടത്തോടെ ഒറ്റടിക്കുന്നൊക്കെ പറഞ്ഞു. കാണണമെന്ന് വെച്ച് ആടാണ്. പിന്നെ എല്ലാവരും കൂടി മുന്നിൽ ഒറ്റയടി തലക്കൊക്കെ ചവിട്ടിയിട്ട് ഇപ്പം തലക്ക് വേദന. രാഹുൽ, റാഗിങ്ങിന് അറുതിയില്ല എന്നതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ നിയമ നടപടികൾ അത്രത്തോളം ശക്തമല്ല എന്നാണോ ഈ കുട്ടികളൊക്കെ കരുതുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. വിശദവിവരങ്ങൾ പങ്കുവയ്ക്കൂ രാഹുൽ. മോത്തി, അതാണ് സ്കൂൾ വിട്ട സമയത്ത് ഈ +1 വിദ്യാർത്ഥിയെ, മർദ്ദനമേറ്റ കുട്ടിയെ സ്കൂളിന് പുറത്തുള്ള ഒരു ഇടവഴിയിലേക്ക് കൊണ്ടുപോയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. അടിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ നിലത്ത് വീണ സമയത്ത് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. എല്ലാ വിദ്യാലയങ്ങളിലും ആന്റി റാഗിംഗ് സെല്ലുണ്ട്. ഈ സെല്ല് അന്വേഷണം നടത്തി ഇവിടെ കുട്ടി റാഗിങ്ങിന് വിധേയനായി എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ +1 വിദ്യാർത്ഥി അഡ്മിഷൻ നേടിയത്. +2 വിദ്യാർത്ഥികളുടെ ആവശ്യം കുട്ടി പാട്ട് പാടണമെന്നുള്ളതാണ്. അത് പാടാൻ കഴിയില്ല എന്ന് കുട്ടി പറഞ്ഞതിന് പിന്നാലെയാണ് വിധത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആന്റി റാഗിംഗ് സെല്ല് അന്വേഷണം നടത്തി റാഗിംഗ് സ്ഥിരീകരിച്ച് ഈ കുട്ടിയെ മർദ്ദിച്ച 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തോളി പോലീസിന്റെ അന്വേഷണവും നടന്നു വരികയാണ്. കൂടുതൽ കുട്ടികൾക്കെതിരെ അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി ഉണ്ടാകുമെന്നുകൂടിയാണ് സ്കൂൾ വിശദീകരിക്കുന്നത്. ശരി.